ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര വണ്ടി എടുത്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ലോങ് റൈഡാണ്. നമ്മൾ ധനുഷ്കോടിയിലേക്കാണ്. ആകെ മൊത്തമൊരു റോഡ് ട്രിപ്പ് അടിക്കാനുള്ള മോഡിലാണ്. ഞാൻ സോളോ വരാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഡിസിഷനൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും പോകണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഉനൈസ് മെസ്സേജ് അയച്ചപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി. അപ്പം ഉനൈസ് വന്നതിന് ശേഷം നമ്മുടെ കൂടെ ഇന്ന് ഓഫ് റോഡ് വരുന്ന നമ്മുടെ അബീനോട് ചോദിച്ചു. അപ്പോൾ അബി എന്തിനും എപ്പോഴും ഓക്കെ, ഒരു കുഴപ്പമില്ല. കൂടെയുള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അവന്മാർ നല്ല പോക്കാണ് പോകുന്നത്. ഏറ്റവും മുന്നിൽ സ്പ്ലെൻഡറാണ് ഉള്ളത്. നമ്മളെ സ്പീഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബൈപ്പാസിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. മുന്നിൽ കയറിയില്ല, ചിലപ്പോൾ അവർ നേരെ പോവും. പിന്നെ യൂട്ടേൺ എടുത്ത് വരുമ്പോഴേക്ക് കുറേ സമയമാവും. ഓക്കെ, സമയം ഇപ്പോൾ ഉച്ചയായി. പക്ഷേ ഉച്ചയുടെ ആ ഒരു ചൂടൊന്നും ഇന്നില്ല. ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെയാണ് കാണുന്നത്. ആ ഒരു തണുപ്പും വൈബൊക്കെ ഉണ്ട്. മാത്രമല്ല സാധനങ്ങൾ എന്ത് വലുപ്പമാണെന്നറിയോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ താഴെ പോയി നോക്കണം. എടാ ഇവിടെ നിർത്താം. അവന്മാരെവിടെ? നമ്മുടെ അബീൻ്റെ വണ്ടിക്ക് ഒരു സ്ക്രൂ കയറി. ഭാഗ്യത്തിന് ട്യൂബ്ലെസ് ആണ്. അപ്പോൾ ഗൈസ്, ഒരു പക്കാ തമിഴ്നാടിൻ്റെ ഫീല് കിട്ടി തുടങ്ങി. ആ പഴയ ടൈപ്പ് സ്പീക്കറൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കേരളത്തിലൊന്നും അതങ്ങനെ കാണാറില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്നത് നമ്മുടെ പഴയ ടാറ്റ സുമോ ആണ്. നമ്മുടെ പാണ്ടിപ്പടയിലൊക്കെയുള്ള വണ്ടി. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ടോപ്പ് സ്പീഡ് പിടിക്കാനുള്ളൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ആവേശമൊക്കെ കെട്ടടങ്ങി. ഒരു 50-ലൊക്കെ അല്ലെങ്കിൽ 70-ലൊക്കെ നമുക്കിങ്ങനെ ക്രൂസ് കൺട്രോൾ ഓണാക്കി പോകാനാണ് എനിക്ക് താല്പര്യം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ശരിക്കും ക്രൂസ് കൺട്രോൾ ഓണാക്കിയിട്ട് ഇതുപോലത്തെ റോഡിൽ പോകുന്ന സമയത്ത് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയർ ഓൾമോസ്റ്റ് തീർന്നു തന്നെ പറയാം. കാരണം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സ്ക്രാംബ്ലർ 400 പിന്നെയും കാണാതായി. നമ്മളൊരു ഈ കാണുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി വേറെ ഏതോ ആൾട്ടർനേറ്റ് റൂട്ടിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. വിശപ്പ് കാരണം പഴയൊരു വൈബൊക്കെ അങ്ങ് പോയി. അയ്യോ, കയ്യും കാലൊക്കെ വേദനയെടുക്കുന്നു. നമ്മുടെ ആഷിർ പറഞ്ഞ പോലെ ചന്തി ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നില്ല. ഉമ്മാരൊക്കെ ഫുള്ള് വൈബിലാണ്. വിശപ്പും ദാഹമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ക്രൂയിസ് കൺട്രോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. അഥവാ നമ്മൾ വീണ് പോയാലും ബൈക്ക് തനിയെ പൊക്കോളും. പിന്നെ ലെഫ്റ്റ് സൈഡ് പുള്ളിങ്ങളുകൊണ്ട് എന്തായാലും ഒരുപാട് ദൂരം നേരെ പോകില്ല. മുന്നിലോ ബാക്കിലോ ഒന്നും വണ്ടിയില്ല. ഇവന്മാരൊക്കെ വൈബ് പിടിക്കാനും കാറ്റ് പിടിക്കാനും എഴുന്നേറ്റ് നിൽക്കുന്നതല്ല. ഇവന്മാരൊക്കെ ചന്തി അതിനടുത്തിട്ട് എണീറ്റ് നിൽക്കുന്നതാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉള്ള പണ്ടത്തെ സീരിയലിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഒരു പാമ്പിൻ്റെ ചെതൽപ്പുറ്റും അതിന് ചുറ്റും, പാമ്പിൻ്റെ ചെതൽപ്പുറ്റല്ല, ഒരു ചെതൽപ്പുറ്റ് പോലത്തൊരു സാധനവും അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ പാമ്പുണ്ടാവും. പിന്നെ ചിലതിലൊക്കെ അതിൽ വൈഡൂര്യം ഉണ്ട്, അതിൽ കൈയിട്ട പാമ്പ് കൊത്തുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ സീരിയലിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
അതിൻ്റെ പുറത്ത് വിളക്കൊക്കെ കത്തിച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊരു സെറ്റപ്പ്. അപ്പോൾ ആ സംഭവം ഇപ്പം ഇവിടെ ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ ഒരു സീരിയലിൽ കണ്ടതാണ്. നല്ല വൈബുള്ളൊരു പമ്പ് കിട്ടുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെട്രോൾ അടിക്കായിരുന്നു. അപ്പോൾ ഗൈസ് ഫ്യൂവൽ ഫുള്ളാക്കി. കുറേ എക്സ്പൾസ് കാണുന്നുണ്ട്. ഇപ്പം ഞാനൊരു എക്സ്പൾസ് 200 ഡബിൾ എടുത്തിട്ട് ഏകദേശം 130 തന്നെ ക്രൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. സമയം ഇപ്പം കറക്റ്റ് 5 മണിയായി. ഇനി നമ്മൾ ലൊക്കേഷനിൽ 6:45 എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പെട്രോള് തീരെ കുറവാണ്. ഒരു കട്ടേ ഉള്ളൂ. അവന് വിശക്കണുണ്ടാവും മുതലാളി. അതെപ്പോൾ വേണമെങ്കിലും തീരാം. കാരണം ഒരു കട്ടയായിട്ട് ഒരുപാട് സമയമായി. ഏറ്റവും അടുത്തുനിന്ന് പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം. നിങ്ങൾ ഒരു പുതിയ വണ്ടിയൊക്കെ എടുത്ത് വണ്ടിയോടൊന്ന് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ റോഡ് ട്രിപ്പ് അടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ റൂട്ടാണിത്. അങ്ങോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ ആണ്. അതുമാത്രമല്ല ധനുഷ്കോടിയിലേക്കുള്ള ഹൈവേ അത് വേറെ ലെവലാണ്. അങ്ങോട്ടേക്ക് നമുക്ക് ടോപ്പ് എൻഡ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ കാരണം ക്രോസ് വിൻസും അതുപോലെ തന്നെ മണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാവുമ്പം നിങ്ങൾക്ക് വേറെ വളവും തിരിവും കാര്യങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല അത്യാവശ്യം സേഫായിട്ടുള്ള ഹൈവേ ആണ്. കാരണം നല്ല ലോങ് വ്യൂ കിട്ടുന്നുണ്ട് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ രണ്ട് സൈഡിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബാരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആരും ക്രോസ് ചെയ്ത് വരാനൊന്നും സാധ്യതയില്ല. അഥവാ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഡേഞ്ചർ നിങ്ങൾ കാണുന്നതാണെങ്കിൽ തന്നെ അത് വളരെ ദൂരം തന്നെ കാണാനും നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ടൈം, റിയാക്ഷൻ ടൈം എന്തായാലും കിട്ടും. അപ്പോൾ സേഫായിട്ട് ഉള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ടോപ്പ് എൻഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ എവിടെയും സ്പീഡിൻ്റെ സൈനും കാര്യങ്ങളൊന്നുമില്ല. ചില സ്ഥലത്ത് മാത്രം 100 എഴുതി കാണിക്കുന്നുണ്ട്. വേറെ അധിക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സ്പീഡ് സൈനും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഒരു പമ്പുണ്ട്. താഴെ കൂടെ തന്നെ കയറാം. ഫുൾ ടാങ്ക്. പോതും. ജീപ്പേ നമ്മൾ മധുര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല ഹൈവേ ആയതുകൊണ്ട് നല്ല ഉറപ്പാണ്. ഇവിടെ ഒരുത്തൻ നാഷണൽ ഹൈവേയിൽ ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞാണ്. ഇതിപ്പോ എവിടെ എത്തിയെന്നൊരു പിടിയുമില്ല. ഇപ്പം ഹൈവേ കൂടെ തന്നെ പോവാം. years later. റൂം എടുത്തിട്ട് ഫുഡ് കഴിക്കാം. തിരിച്ചു വന്നപ്പോൾ റൂം ഇങ്ങോട്ടാ പോകേണ്ടത്. തിരിയുന്നില്ല. എല്ലാവരും ഒരുപോലെ ഉണ്ട്.
ഇതന്നെയാ ഇതല്ലല്ലോ, ഇതല്ല വേറെ വന്ന മൈ വർക്കർ തരും, വന്ന മൈ മറന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമെത്തി, കുറച്ച് ലേറ്റായി പോയി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ടയേർഡാണ്, ഒന്നുറങ്ങണം. ഇത് നോക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ട്രയംഫിൻ്റെ ഒരു സംഭവം കണ്ടത്. നിങ്ങൾക്ക് മുന്നേ അറിയുന്നുണ്ടാവും, എനിക്കിപ്പോൾ അറിഞ്ഞത്. ഇത് നമ്മുടെ കാറിൻ്റെയൊക്കെ ലൈറ്റ് കത്തുന്ന പോലെ ഇതിൻ്റെ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതൊരു കിടിലൻ ഫീച്ചറാണ്. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ വണ്ടിക്കൊക്കെ അങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ അത് കൂളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ക്യാമറ പറയുന്ന കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പേടിച്ചു പോയി. ഒന്നാമതേ ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലവും ഒരു തണുത്ത കാറ്റൊക്കെയാണ്. അതിൻ്റെ കൂടെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കോമഡിയാണ്. മേലെ രണ്ടാമന്മാർ പേടിച്ചിറണ്ടിയിരിക്കുകയാണ്. നമ്മുടെ സൗബിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ആ റീസെൻ്റായിട്ട് രോമാഞ്ചത്തിലുള്ള പോലത്തെ ഒരു വീടാണെന്ന് പറഞ്ഞിട്ട് കണ്ട. ഇപ്പോൾ ഗൈസ് സമയം ഇപ്പം 5:45, 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ധനുഷ്കോടി എത്തിയാൽ മതി. അതിന് മുന്നത്തെ ഫുള്ള് വെയിലായിരിക്കും. അപ്പോൾ ബാഗ് ബാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനം ഒന്ന് നമ്മുടെ ഈ ചെയിൻ ലൂബും, പിന്നെ ഈ ഒരു സാധനമാണ്. ഇത് എയർ പമ്പാണ്, അതുപോലെ തന്നെ പഞ്ചർ കിറ്റും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഈ സാധനം ഭയങ്കര ലോഡാണ്. നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ്. സമയം 7 മണിയായി. കുഴപ്പമില്ല, നല്ല റൂമാണ്. അപ്പോൾ ഔട്ട്സൈഡ് Airbnb ഇന്നും കൂടെ ഞങ്ങൾ ധനുഷ്കോടി പോയി വരുന്ന സമയത്തൊന്ന് ക്രാഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട്. റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പറ്റുമെങ്കിൽ അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കണം. ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. അവന്മാരെ വിളിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഏരിയ ആണ്. നേരിട്ട് കാണുന്ന സമയത്ത് നമ്മൾ വിജയുടെ ചില പഴയ പടങ്ങളൊക്കെ കാണില്ലേ, ആ ഒരു ഫീല് തരുന്ന സ്ഥലമാണ്. ഇടയ്ക്കൊന്ന് റോങ് സൈഡ് കയറി, എന്നിട്ടൊന്ന് യൂട്ടേൺ എടുത്തു. ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് ക്യാമറ ഓഫാക്കുന്ന സമയത്ത്. ക്യാമറ ഓഫാക്കുമ്പോൾ മാത്രമേ പ്രത്യേക തരത്തിലുള്ള ചില ഇവൻറ്റ്സ് നടക്കുന്നുള്ളൂ. സൺറൈസ് രാവിലെ നേരത്തെ എണീക്കണം, സൺറൈസ് കാണണം. സൺറൈസ് കണ്ടുകൊണ്ട് ഹൈവേ കൂടെ റൈഡ് ചെയ്യാന്നൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്മാർ വീഡിയോ കാണുന്നുണ്ടാവും. എന്തായാലും സണ്ണ് ഏകദേശം നടുവിലെത്തുമ്പോഴെങ്കിലും കാണാൻ പറ്റി. ഇപ്പൊ കാണുന്ന ഒരു എൻ്റെ മോനെ ഗൈസ്, പൊളി പന്നി പൊളി. താങ്ക് യു അണ്ണാ. ക്യാമറ അൾട്രാ വൈഡിലാണ്. അവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട്. നമ്മൾ ഈ സോംബി ഐലൻഡിൻ്റെ ഒക്കെ ഓരോ AI ആനിമേഷൻസ് കാണൂലേ, അതായത് മനുഷ്യന്മാർ മൊത്തം പോയി ഒരു സർവൈവർ മാത്രം. അപ്പോൾ ഫുള്ള് പ്രകൃതി ഫുൾ ടേക്ക് ഓവർ ചെയ്ത് ബ്രിഡ്ജസ് ആണെങ്കിലും അതുപോലെ പിന്നെ ഫുള്ള് പക്ഷികളും പട്ടികളും കുറേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഫുൾ അബാൻഡൺ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം. ആ ഒരു സ്ഥലം പോലെ ഉണ്ട് ഈ പാലം ദൂരെ നിന്ന് കാണുന്ന സമയത്ത്.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കണക്റ്റ് ആയിട്ടുണ്ടാവും. കണക്റ്റ് ആവാത്തവർ വളരെ കുറവായിരിക്കും. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് വൈബാണ്. ഓ, ചിലപ്പം നമ്മൾ കുറച്ച് ലേറ്റായി പോയത് ഇങ്ങനൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. നേരിട്ട് കാണുമ്പോൾ അത്ര അടിപൊളി വ്യൂ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. വണ്ടി ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ്, റോഡ് ടു രാമേശ്വരം ഒരു 169 കിലോമീറ്റർ ഒരേ റോഡാണ്. നല്ല വൈബായിട്ട് ഹൈവേ എക്സ്പ്ലോർ ചെയ്യാം. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കാറിലൊക്കെ വരാൻ അടിപൊളിയായിട്ടുള്ള ഹൈവേ ആണ്. കാരണം തമിഴ്നാട്ടിലെ ഹൈവേകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ റോഡുകൾ മാത്രമല്ല, സൈഡിൽ ഒരുപാട് കാണാനുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. വൈബാണ്. നിറച്ച് തന്നിട്ടുണ്ട്, അടിപൊളി. കുണ്ടിയെല്ലാം പോയോ? പറപ്പിക്കുന്ന വീഡിയോ 35 എത്തുമ്പോഴത്തേക്കും ഭയങ്കര 40 വരെ കണ്ടത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ 40 ദൂരത്തോളം പറന്നെടുക്കുന്ന പാടം സംഭവം. ഹൈവേൻ്റെ സൈഡിൽ നിങ്ങൾക്ക് രക്ഷയില്ലാത്ത വൈബ് ഓടി. ഗൈസ്, ഇത് പ്ലാൻ ചെയ്തതല്ല, ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ അറ്റം കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ലോങ്ങാണ്. ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്, വേറെ ലെവലാണ്. നമ്മളിങ്ങോട്ട് നടന്നു, കാലിക്കുള്ളി ചെളിയായി. നല്ല തണലും നല്ല തണുപ്പുണ്ട്, ഇടുവാണ്, വൈബാണ്. അപ്പോൾ ഗൈസ്, ധനുഷ്കോടിയിലേക്ക് ഇനി 85 കിലോമീറ്ററാണ് ബാക്കിയുള്ളത്. അവിടെ ബോർഡുണ്ടായിരുന്നു, അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഈ ഹൈവേ. ഒരുപാട് ബൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ഒരുപാട് പേര് റിട്ടേൺ പോകുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. ഗ്രൂപ്പ് റൈഡ്സ് പ്ലാൻ ചെയ്തവരുണ്ട്. നമ്മളെ പോലത്തെ ചെറിയ ഗ്രൂപ്പല്ല, വലിയ ഗ്രൂപ്പ് റൈഡ്സ് പ്ലാൻ ചെയ്തവരുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എക്സ്പ്രസിൻ്റെ മാത്രം ഗ്രൂപ്പും പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പ്, നമ്മളൊന്ന് 2 ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈഫിൽ ഒറ്റ തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഹൈവേ ആണ്. അത്രയ്ക്ക് അടിപൊളി. റോഡ് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂസും എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. ധനുഷ്കോടി ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് മാത്രം ശരിക്കും ബർത്താണ്. അപ്പോൾ ധനുഷ്കോടി എങ്ങനെയുണ്ടാവും? ശരിക്കും എക്സൈറ്റഡ് ആണ്. ശരിക്കും എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല, അത്രയധികം അടിപൊളിയാണ്. നമ്മൾ നേരത്തെ പാടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ റോഡും അറ്റം കാണാൻ അങ്ങ് നേരിട്ട് തുറന്ന് കിടക്കുകയാണ്.
കര ഇങ്ങനെ തീർന്ന് വരികയാണ്. രണ്ട് സൈഡും കടലാണ്, നല്ല നീല കളറുള്ള കടൽ. ഇതിങ്ങനെ നമ്മളെ മാപ്പിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കര ഇങ്ങനെ നേരമായി റോഡിലേക്ക് ചുരുങ്ങി വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. ഇനി ധനുഷ്കോടിയിലേക്ക് 33 കിലോമീറ്ററാണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാലമാണ് നമ്മുടെ ഈ പാമ്പൻ ബ്രിഡ്ജ്. ഇത് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും. ഇത് വേറൊരു രാജ്യത്തെ ഫീലാണ് കേട്ടോ. ഇത് ട്രെയിൻ പോകുന്നു, രണ്ട് സൈഡിലും നല്ല നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ കളറുള്ള കടല. ആ പരുന്തിനെ നോക്കിയാൽ അത് പറക്കുന്നില്ല, കാറ്റിനനുസരിച്ച് അവിടെ വെറുതെ നിൽക്കല. ഓ, ലൈഫ് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ പാമ്പൻ പാലത്തിലെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ റെയിൽവേ ബ്രിഡ്ജാണ് പാമ്പൻ പാലം. അപ്പോൾ ഈ നമ്മുടെ രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൽ നിന്ന് കണക്ട് ചെയ്യുന്നൊരു പാലം കൂടിയാണ്. സംഭവം കൊള്ളാം. പക്ഷെ എനിക്കിത് ലിഫ്റ്റ് ചെയ്യുന്ന കാണണമായിരുന്നു. ഗൈസ്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇനി 10 കിലോമീറ്റർ ധനുഷ്കോടിയിലേക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ഹോട്ടൽ എനിക്ക് കിട്ടുമോ എന്നറിയില്ല. സാധ്യത വളരെ കുറവാണ്. ഗൈസ്, കറക്റ്റ് ഉച്ച നേരമാണ്. ഇരുത്തി അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ശരിക്കൊരു വ്യത്യസ്തമായ ഹോട്ടലാണ്. കാരണം നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവർ കുറച്ച് ഫ്രഷ് മീൻ കാണിച്ചു തരും. അതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മീൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അപ്പം തന്നെ കുക്ക് ചെയ്ത് തരും. കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചിട്ട് നമുക്ക് മതിയായില്ലെങ്കിൽ പിന്നെയും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ആ ഹോട്ടലിൽ പോയി. നല്ല ടയർഡായത് കാരണം കയറിയ പാടെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഭക്ഷണം വരുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു. വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല വെറൈറ്റി ഫുഡായിരുന്നു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം അത്രയ്ക്ക് ടയർഡായിരുന്നു. അപ്പോൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിപ്പം എനർജിയൊക്കെ ഒന്ന് റീസ്റ്റോറായി. അതുകൊണ്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയിപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 5 കിലോമീറ്റർ ബാക്കിയുള്ളൂ. നമ്മൾ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. കാരണം 1964 വരെ ഈ ഭാഗം ജനവാസ മേഖലയായിരുന്നു. അതേ വർഷം ഒരു ദിവസം രാത്രി കടലിൽ ചുഴലിക്കാറ്റുണ്ടാവുകയും ആ ചുഴലിക്കാറ്റ് കാരണം ഏകദേശം 20 അടി പൊക്കമുള്ള തിരമാലകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കടലിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആ തിരമാലകൾ ഈ ടൗണിനെ മൊത്തമായിട്ട് വിഴുങ്ങി. ഇത് വളരെ ചെറിയൊരു ടൗണായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആരും സർവൈവ് ചെയ്തില്ല. സർവൈവ് ചെയ്ത കുറച്ച് പേര് ഈ സ്ഥലം വിട്ടുപോയി. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു ടൗൺ അറിയപ്പെടുന്നത് ഗോസ്റ്റ് ടൗൺ എന്നുള്ളൊരു പേരിലാണ്. അപ്പോൾ വൈകുന്നേരം 6 മണി വരെ നമ്മളെ സഞ്ചാരികളെ പോലും പോലീസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. കാരണം നമ്മളൊരു 5:30-6 മണിയോട് അടുപ്പിച്ച് നമ്മൾ കടലിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കടലിലെ വെള്ളം കയറി വരുന്നത്. വേലിയേറ്റം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ 6 മണിക്ക് ശേഷം ആരെയും നിർത്താത്തത്. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കടലിൽ നീളത്തിലൊരു വര വരച്ച പോലെയാണ് ഉണ്ടാവുക. അത്രയ്ക്ക് സ്ട്രെയിറ്റ് റോഡാണ്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ അങ്ങേ അറ്റം കാണാൻ പറ്റും. വേറെ വളവും തിരിവൊന്നുമില്ല. ഭയങ്കര സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് 40 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് നമ്മളെ നാട്ടിലേക്ക് 650 കിലോമീറ്റർ ഉണ്ട്. അത് ആ ഒരു സ്ഥലത്ത് നിന്ന് ശരിക്കും അയൽരാജ്യമാണ് നമ്മുടെ നാടിനേക്കാൾ അടുത്ത് നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വേറൊരു ഫീലാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ്, അടിപൊളി വ്യൂസാണ്. നമ്മളാ പോകുന്ന വഴി മുഴുവനും നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബോണ്ടിങ് വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഗൈസ്. അതാണ് മഴവില്ല്. ശരിക്കും പ്രോപ്പർ ഷേപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം കൊള്ളാം. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. നമ്മളങ്ങനെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും ഈ എൻട്രി പോയിൻ്റ് കടക്കുമ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. നമ്മൾ നമ്മുടെ ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ശരിക്കും കടലിൻ്റെ നടുക്ക് റോഡ് അവസാനിക്കുകയാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെയാണ്, പ്ലാൻ ചെയ്ത സമയത്ത് തന്നെയാണ് നമ്മൾ എത്തിയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സറൗണ്ടിങ്സ് ഇതല്ലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം സൺഡേ ആണ്, പീക്ക് ടൈമാണ്. അതുകൊണ്ടാണ് ഇത്രയും റഷ്.
സാധാരണ വരുന്ന സമയത്ത് ഇങ്ങനൊരു തിരക്കുണ്ടാവില്ല. ഒരുപാട് നാൾ ഉറക്കം ഉളച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മൊമെൻറ്റും ഈ ഒരു സ്ഥലവും ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ധനുഷ്കോടി ടുഡേ. അപ്പോൾ ഗൈസ്, ഈ ഒരു റഷ് കണ്ടിട്ട് നിങ്ങളാരും ധനുഷ്കോടിയെ ജഡ്ജ് ചെയ്യരുത്. ശരിക്കും ഇതല്ല ധനുഷ്കോടി, നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. സമയം ഇപ്പം ഏകദേശം 6 മണി കഴിഞ്ഞു, നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.